ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു രുചികരമായ കൂന്തൽ കറിയാണ്, അതായത് കണവ കറി. അതിനായിട്ട് നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടിയിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ സ്വാദ് വേറെയാണ്. ഓക്കെ, അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് തല്ലി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ബ്രൗൺ ആകുന്നത് വരെ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്കൊന്ന് ആവശ്യമായ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് മുറിച്ച് വെച്ച പച്ചമുളക് ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഒരു ഉള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറിയ എമൗണ്ടിലാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഒരു ഉള്ളിയുടെ ആവശ്യമുള്ളത്. അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് 2 ഉള്ളിയോ അതിന് കൂടുതലായിട്ട് വേണമെങ്കിൽ 3 ഉള്ളിയോ നമുക്ക് ഉപയോഗിക്കാം. അതൊന്ന് ബ്രൗൺ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഓക്കെ, ബ്രൗൺ ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാല എല്ലാം നന്നായിട്ട് വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ആവശ്യമുള്ള ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒഴിച്ചതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചാൽ മതി. അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. എനിക്ക് ഗ്രേവിയുടെ ആവശ്യമുള്ളതുകൊണ്ട് അതിലേക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. So come a little closer, but don't hold your breath.
മസാല നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കണവ കൂന്തൽ ബോയിൽ ചെയ്ത് വച്ചിട്ടുണ്ട്, അതിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചതാണ്. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനെ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്തിട്ടില്ല, കുറച്ചുകൂടെ വേണം. ഇതാ നമ്മുടെ രുചികരമായ കണവ കറി റെഡി. ഇപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വയ്ക്കാം. കണവ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.